നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ത്യക്ക് പുറത്ത് പ്രസിദ്ധരായ ഇന്ത്യക്കാർ. UN-ൽ പോലീസ് ഉപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി കിരൺ ബേദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത ഭൂട്ടാനിലെ സർവകലാശാല റോയൽ യൂണിവേഴ്സിറ്റി. താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഏതൊക്കെ മുഗൾ ചക്രവർത്തിമാരുടെ ശവകുടീരങ്ങൾ ആണ് ഇന്ത്യക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്നത്? ബാബർ, ജഹാംഗീർ. 1959 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത് ആര്? മാഡം ഭിക്കാജി കാമ. ടൈം മാഗസിൻ കവറിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വ്യക്തി ആര്? മഹാത്മാഗാന്ധി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ആദ്യ ഭാരതീയൻ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. പാകിസ്ഥാൻ ഉന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാനും ഭാരതരത്നയും നേടിയ ഏക ഇന്ത്യക്കാരൻ മൊറാർജി ദേശായി. ബംഗ്ലാദേശ് വിമോചനത്തിനാവശ്യമായ എല്ലാ സഹായവും നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ വാർഷികത്തിൽ അതിന്റെ സ്മരണാർത്ഥം ടു ദ 4th of July എന്ന കവിത രചിച്ചതാര്? സ്വാമി വിവേകാനന്ദൻ. ലോകത്തിലെ 7 അഗ്നിപർവ്വത കൊടുമുടികൾ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ സത്യരൂപ് സിദ്ധാന്ത. വിദേശത്ത് വച്ച് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത നിത അംബാനി. നൊബേൽ പ്രൈസ് നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ ജഗ്മോഹൻ ഡാൽമിയ. 1984 സാഹിത്യ നൊബേൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി സാഹിത്യകാരി കമല സുരയ്യ. നെപ്പോളിയന്റെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജൻ അഭിജിത്ത് ബാനർജി. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MT വത്സമ്മ. 2020 വേൾഡ് ഫുഡ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജൻ രത്തൻ ലാൽ. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ ലഭിച്ച വ്യക്തി ഭാനു അത്തയ്യ.
സച്ചിനെ മറികടന്ന് രാജ്യാന്തര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായ വനിതാ ക്രിക്കറ്റർ ഷഫാലി വർമ്മ. രാമൻ ഇഫക്റ്റിന് CV രാമൻ നൊബേൽ സമ്മാനത്തിന് അർഹനായ വർഷം 1930. ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ ആർട്സ് മ്യൂസിയത്തിന്റെ ഓണററി ട്രസ്റ്റിയാകുന്ന ഇന്ത്യൻ നിത അംബാനി. ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ അജിത് ബജാജ്. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ ലഭിച്ച ഇന്ത്യക്കാരൻ കൈലാഷ് സത്യാർത്ഥി. ഷെവലിയർ അവാർഡിന് അർഹനായ ആദ്യ ഇന്ത്യക്കാരൻ ശിവാജി ഗണേശൻ. വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ പ്രസിഡന്റ് ആയിരുന്ന ഏക ഭാരതീയ വനിത രാജ്കുമാരി അമൃത് കൗർ. UN അണ്ടർ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂർ. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് അഭിപ്രായപ്പെട്ട ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള. ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരനിൽ നിന്ന് പട്ടും വളയും സമ്മാനമായി ലഭിച്ച മലയാള കവി കുമാരനാശാൻ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള താരം നിവിൻ പോളി. ഓണററി ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ സത്യജിത് റായ്. യുനിസെഫ് യൂത്ത് അംബാസഡർ ആയ ആദ്യ ഇന്ത്യൻ കായിക താരം ഹിമ ദാസ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയുമായി ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ചെമ്പകരാമൻ പിള്ള. ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് അസോസിയേഷൻ IODAയുടെ ജനറൽ വൈസ് പ്രസിഡന്റായ ഇന്ത്യൻ ഡോക്ടർ വിനയ ഷെട്ടി. ഇരട്ട ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ AR റഹ്മാൻ. ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ സീനിയർ അഡ്വൈസർ ആയി നിയമിതനായ ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ രാജീവ് ടോപ്നെ. ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് ചെയർമാൻ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൃഷ്ണേന്ദു മജുംദാർ. 1982 ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ലഭിച്ച എലിപ്പത്തായം എന്ന സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ. ഹൂബർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ APJ അബ്ദുൽ കലാം. UN പൊതുസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി മാതാ അമൃതാനന്ദമയി. ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളി ശ്രീശാന്ത്.